തിരുവനന്തപുരം നഗരസഭയിലെ കൂട്ട പൊരിച്ചിൽ ഇന്ന് പ്രധാന വാർത്തയാണ്. മേയർ വി രാജേഷിന്റെ ഇടത് കാല് ഒടിഞ്ഞു. ഡെപ്യൂട്ടി മേയർ ആശാനാഥിന് ഗുരുതര പരിക്ക്. അതുപോലെ ഇടതുമുന്നണിയുടെ കൗൺസിലർമാർക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയ്ക്കുമൊക്കെ ഗുരുതരമായ പരിക്ക്, തലയ്ക്ക് തുന്നലിടേണ്ട അവസ്ഥ. ഇതൊക്കെ സംജാതമായി. എന്തിനായിരുന്നു ഈ സംഘർഷം? ആരാണ് ഈ സംഘർഷത്തിന്റെ ഉത്തരവാദി? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ചെയ്തിരുന്നു. പ്രതിപക്ഷം ഒന്നടങ്കം ആഞ്ഞ് പിടിക്കുകയാണെങ്കിൽ BJP ഭരണം തിരുവനന്തപുരം നഗരസഭയിൽ നിലംപൊത്തും. അതിനകത്ത് ഇനി മറ്റൊരു തർക്കമേ ഉണ്ടാവുകയില്ല. പ്രതിപക്ഷം എന്ന് പറയുമ്പോൾ ഇടതുമുന്നണി മാത്രമല്ല, കോൺഗ്രസും ഉൾപ്പെടുന്നതാണ്. ഇവർ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ വി രാജേഷ് എന്ന യാതൊരു ഗുണനിലവാരവുമില്ലാത്ത മേയറുടെ കൈകളിൽ നിന്ന് തിരുവനന്തപുരം നഗരത്തെ രക്ഷിക്കാൻ തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾക്ക് കഴിയും. BJPക്ക് ഭരണം നൽകുമ്പോൾ തലസ്ഥാനവാസികൾ എന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്ത് ജനിച്ച് വളർന്ന് വോട്ടവകാശം ലഭിച്ച ആളുകൾ മാത്രമല്ല തലസ്ഥാനത്ത് താമസിക്കുന്നതെന്ന കാര്യം നമ്മൾ വ്യക്തമായി ഓർക്കണം. മറ്റ് പല ജില്ലകളിൽ നിന്നും വന്ന് ജോലിയുടെ ആവശ്യത്തിനും ബിസിനസ് ആവശ്യത്തിനും വ്യാപാര ആവശ്യത്തിനും ഒക്കെ വന്ന് ചേർന്ന് ഇവിടെ സെറ്റിലായി തിരുവനന്തപുരത്ത് വോട്ടുള്ള ആളുകളാണ്. ഈ അനന്തപുരിയിലെ ഒരു 50% വോട്ട് അങ്ങനെ വന്നു എന്നാണ് എൻ്റെ ഒരു ധാരണ, എൻ്റെ ഒരു നിഗമനം. ഏതായാലും തലസ്ഥാനത്തിന് ഭാഗ്യമോ നിർഭാഗ്യമോ BJP തലസ്ഥാനം ഭരിക്കാനെത്തി. അവര് പാട്ടൂർ രാധാകൃഷ്ണന്റെ ഒറ്റ വോട്ടിന്റെ ബലത്തിലാണ് ഭരിക്കുന്നത്. പാട്ടൂർ രാധാകൃഷ്ണൻ ഒന്ന് ശക്തിയായി ഊതിയാൽ BJP നഗരസഭ നിലം പതിക്കും എന്നതൊക്കെ നമുക്ക് പകൽ പോലെ പരമാർത്ഥമായി അറിയാവുന്നതാണ്. എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് എന്നെ ചീത്ത വിളിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതൊക്കെ പരമാർത്ഥമാണ്. കുറേ ആളുകൾ, സംഘപരിവാർ ശക്തികൾ വ്യാജ പ്രൊഫൈലിൽ നിന്നൊക്കെ വന്ന് തലങ്ങും വിലങ്ങും ചീത്ത വിളിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ മേയറെ താഴെ ഇറക്കാൻ ശ്രമിക്കുകയാണ്. മേയറെ താഴെ ഇറക്കാൻ ശ്രമിക്കുന്നത് ഒന്നുമല്ല. മേയർക്ക് ഒരു ഭരണ പാടവമോ അല്ലെങ്കിൽ ഒരു നൈപുണി, ഒരു കഴിവോ ഇല്ല എന്ന് അദ്ദേഹം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പ്രതിപക്ഷം സമരം ചെയ്യുന്നത് മേയറുടെ ക്യാബിന് മുന്നിലാണ്. ഈ മേയറുടെ ക്യാബിനിലേക്ക് പോകാൻ മറ്റൊരു വഴിയുണ്ട്. കോർപ്പറേഷൻ ഓഫീസിൽ പോയ വ്യക്തികൾക്കൊക്കെ ഇതറിയാം, അല്ലെങ്കിൽ ഒരു തവണയെങ്കിലും മേയറുടെ ക്യാബിനിൽ കയറിയിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം. അപ്പോൾ മറ്റൊരു വഴിയിലൂടെ, സാധാരണഗതിയിൽ സമരക്കാരെ ഒഴിവാക്കി മറ്റൊരു വഴിയിലൂടെ മേയർ അകത്ത് കയറുകയും കൗൺസിൽ കാര്യങ്ങളും മറ്റ് കാര്യങ്ങളും അവിടുത്തെ ദൈനംദിന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പതിവാണ്. പക്ഷെ ഇക്കുറി ഈ സമരക്കാരെ ചവിട്ടി മെതിച്ച് തന്നെ പോകണം. നമ്മൾ വീഡിയോയിൽ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വന്ന വീഡിയോകളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ചവിട്ടി മാറി എണീറ്റ് പോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ചവിട്ടി മെതിച്ച് അങ്ങ് കയറി പോവുകയാണ്. ഇത് മേയറുടെ ധാർഷ്ട്യമാണ് എന്ന് നമുക്ക് പറഞ്ഞ് വയ്ക്കാനൊന്നും പറ്റില്ല. പ്രതിപക്ഷം സമരം ചെയ്യും. അത് CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും സമരം ചെയ്യും. പക്ഷെ ആ സമരത്തെ നേരിടേണ്ടത് ഒരു രീതിയുണ്ട്. അല്ലാതെ ഞാനും അതിനേക്കാൾ വലിയ അക്രമിയാണ്, ഞാൻ വലിയ ഗുണ്ടയാണ്, വലിയ വില്ലനാണ് എന്ന തരത്തിൽ കാണിക്കുകയല്ല മേയർ. മേയർ കുറച്ചുകൂടി അച്ചടക്കവും പൗരബോധവുമുള്ള വ്യക്തിത്വത്തിന് ഉടമയായിരിക്കണമെന്ന് നിഷ്കർഷ വേണം. മേയർ സ്വയം അത് മനസ്സിലാക്കണം. അല്ലാതെ ഈ കാളികൂളി ഇടപാടുകളുമായി നിൽക്കുന്നത് ശരിയല്ല. ഇത് ഒഴിവാക്കാമായിരുന്ന സംഘർഷമായിരുന്നു. പ്രതിപക്ഷം ഇപ്പോഴും ഞാൻ പറയുന്നു, വി രാജേഷ് എന്ന മേയർ തിരുവനന്തപുരത്തിന് ഒരു ഭൂഷണമേ അല്ല, ഒരു അപമാനമായി മാറുന്നതിന് മുമ്പ് ഇദ്ദേഹത്തെ താഴെ ഇറക്കാൻ പ്രതിപക്ഷം ആഞ്ഞു പിടിക്കുകയാണെങ്കിൽ അത് നടക്കുമെന്നതിൽ ഒരു തർക്കവുമില്ല.